ഗൈസ്, വെൽക്കം ടു ഷബാസ് വേൾഡ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നാമിയാണ് കേട്ടോ. ഫോള് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നാമി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫെറിയിലൊക്കെ കയറി വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് ടിക്കറ്റൊക്കെ ഉണ്ട്. 13,000 won ആണ് പെർ പേഴ്സണ് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ കളർ കോമ്പിനേഷനൊക്കെ കണ്ടോ, റെഡും യെല്ലോയും ആയിട്ട് ഇവിടെ ഫുൾ താഴെയും ഫുൾ ഇലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വെരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുറേ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനൊക്കെ ഉണ്ട്. ഒത്തിരി തിരക്കാണ് ഇവിടെ. കുറേ കിടക്കുകയാണ്. പിന്നെ ഈ സ്ട്രീമിൻ്റെ അടുത്തും കൂടി ആയതുകൊണ്ട് നല്ല ലൊക്കേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ വന്നത്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ബ്യൂട്ടിയാണ് കേട്ടോ ഇവിടെ വരാൻ. നമ്മുടെ അവിടെ നിന്ന് ഒരു 2 hours ജേർണി ഉണ്ട്. കാറിലാണ് ഇങ്ങോട്ട് വന്നത്. നീലു ടാറ്റ എടുത്തേ, ബൈ. നാമി ഐലൻഡ് അതിൻ്റെ കൾച്ചറൽ ഇൻഡിപെൻഡൻസ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നാമി നാര റിപ്പബ്ലിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ വിസ ഫീ ഒക്കെ ഉണ്ട്. വിസ ഫീ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് വരുന്നത് ഒരു 13,000 won ഒക്കെയാണ്. അപ്പോൾ ഈ വിസ ഫീനകത്ത്, ഈ 13,000 wonനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഈ എൻട്രൻസ് ഫീയും വരുന്നത്. പിന്നെ ഈ ഫെറി ഫെയറും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫെറിയിൽ കയറിയിട്ട് വേണം അപ്പുറത്തെ നാമി ഐലൻഡിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ. പിന്നെ ഇങ്ങോട്ട് പോകാൻ പിന്നൊരു പ്രത്യേകതയുള്ളത്, സിപ്പ് വയറിൽ കൂടെ നമുക്ക് അങ്ങോട്ട് നാമി ഐലൻഡിലോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഫെയറൊക്കെ വരുന്നത് ഒരു 44,000 won ആണ്. ഇവിടുത്തെ ഓരോ ഫെറിയും ഓരോ തീം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. അലാവുദ്ദീൻ അങ്ങനത്തെ പല തീം വെച്ചിട്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരെയാണ് ആദ്യം കയറ്റി വിടുന്നത് ഇതിനകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ തിരക്കൊന്നും വരില്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ പുറകെ കയറിപ്പോവും. ഇതിപ്പോൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ തീമിൽ വരുന്ന ഫെറിയാണ്. ഈ ഫെറിയുടെ സൈഡിലായിട്ട് കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വേറെ കുറേ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഫ്ലാഗും ഒക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഈ നാമി ഐലൻഡ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കൊറിയയിൽ വരുമ്പോൾ എല്ലാ സീസണിലും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഈ നാമി ഐലൻഡിന്. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് കവേർഡ് ആയിരിക്കും കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഷേഡി വുഡ്സിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ്. പിന്നെ ഓട്ടം ടൈം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സമയം ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ എല്ലാ സ്ഥലവും ഫുള്ളി കവേർഡ് ഓഫ് ലീവ്സ് ആണ്. പിന്നെ വിൻ്റർ ടൈം ആകുമ്പോൾ ഇതെല്ലാം സ്നോ കൊണ്ട് കവേർഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചോംപ്യോങ് ലേക്ക് എന്നാണ് ഈ ചുറ്റും കാണുന്ന ലേക്കിൻ്റെ പേര് വരുന്നത്. ഇക്കതേ ബ്രോഷറൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് നാമിയുടെ ബ്രോഷർ. അപ്പോൾ ഗൈസ്, ഇന്ന് ഇവരുടെ കൂടെയാണ് നമ്മൾ നാമി ഐലൻഡ് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അത് ജിബിയാണ്, മറ്റേത് രതുലേട്ടനാണ് കേട്ടോ. ഇത് നമ്മുടെ ആൻവി ചേച്ചിയും നീലുമോനുമാണ്. നീലുമോനും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നൊക്കെ. അവൻ തണുത്ത് വിറച്ച് ജാക്കറ്റൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് നാമി ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വേറെ ഫെറീസാണ് കേട്ടോ. പല പല തീമിലെ ഫെറീസാണ്. ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ സിപ്പ് ലൈന്. സിപ്പ് ലൈനിൽ കൂടെ നമുക്ക് നാമി ഐലൻഡിലോട്ട് പോകാൻ പറ്റും. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ ഇതിലേ കൂടി ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നാമി ഐലൻഡിൻ്റെ ഫുൾ ഒരു വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം. ഫുൾ ഇപ്പം തന്നെ നമുക്ക് മഞ്ഞയും റെഡും ഗ്രീനും എല്ലാ കളേഴ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ എത്താറായി. ഓക്കെ, നമ്മളിവിടെ ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഇതേ ഫെറി തന്നെ ഇവിടുന്ന് ആൾക്കാർ തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോകും. അങ്ങനെ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ ട്രാവലാണ് ഈ ഫെറീസ് യൂസ് ചെയ്തിട്ട്. നമ്മുടെ ഇന്ത്യൻ്റെ ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നാമി നാര റിപ്പബ്ലിക്കിലേക്ക് സ്വാഗതം.
ഞാൻ പറഞ്ഞില്ലേ കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൺട്രീസിൻ്റെ പേരൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടോ. പോളിൻ്റെ ഭംഗി കറക്റ്റായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നാമി കൊറിയയുടെ ആ ഒരു എസെൻസ്, പോളിൻ്റെ എസെൻസ് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതിനാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ വരച്ച് വെച്ചതുപോലെയുണ്ട്, കളേഴ്സൊക്കെ കൊടുത്ത് നമ്മൾ ക്രയോൺസ് ഇട്ട് വരച്ചതുപോലെയുണ്ട്. റെഡിന് റെഡ് ഉണ്ട്, തിരിച്ച് ഓപ്പോസിറ്റ് ക്യാമറയിൽ കാണിക്കും. ഹലോ ഗായ്സ്, ഇവിടെ വീണ്ടും ഇവിടെ നമ്മൾ വന്നിട്ട് കുറേ നേരമായി. ഇങ്ങനെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ് കേട്ടോ. നല്ല തണുപ്പും അല്ല, നല്ല ചൂടും അല്ലാത്ത ക്ലൈമറ്റാണ്. പക്ഷെ അടിപൊളി ഫീലാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മളിങ്ങനെ ഈ പടം വരച്ചതുപോലെയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഒത്തിരി കൊറിയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. കുറേ പേര് സൈക്കിൾ എടുത്താണ് പോകുന്നത്. അങ്ങനെ കുറേ സമയമായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വന്നപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാറിൽ തന്നെയാണ് വന്നത്. ഇതിനകത്ത് കയറുകയാണെങ്കിൽ നമുക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ബൈസൈക്കിൾ എടുക്കാം, അത് സിംഗിളും കപ്പിൾസിന് എടുക്കാം, ഫാമിലിക്ക് വേറെ സൈക്കിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക് ഡ്രൈവേ എടുക്കാം, സ്കൈ ബൈക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, ടൂർ ബസ് ഉണ്ട്, ഫോറസ്റ്റ് അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, നമുക്കൊരു പാർക്കുണ്ട്, മോട്ടോർ ബോട്ടുണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇതിനകത്ത് തന്നെയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഹാലോവീൻ ആയിരുന്നു, അതിൻ്റെ സെലിബ്രേഷൻസിൻ്റെ കുറച്ച് ബാക്കിയാണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട സൺലൈറ്റ് ഈ ലീവ്സിൻ്റെ ഇടയിൽ കൂടെ വരുന്ന കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൻ ഫെസിലിറ്റി ഇവിടെ ഉള്ളത്. சுற்றி நானும் வாட கைகள் நீட்டி நீயும் பிடித்த காத்திருக்கிறேன். இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை. காலம் கை கூடினார் கதை போமா கதை போமா கதை போமா. உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே ரீங்கார.
உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே ரீங்கார Action. Ayo. Action. ഹലോ ഗൈസ്, ഇപ്പോഴും നമ്മൾ നാമി തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫുൾ നല്ല കളർഫുൾ ആയിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഇവിടെ. ഇപ്പുറത്തത് കണ്ടോ, ഫുൾ റെഡ് സെക്ഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫുൾ യെല്ലോ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു പ്രത്യേകതരം ബ്യൂട്ടി തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു 2 മണിക്കൂർ ട്രാവൽ ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറേ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ എൻട്രി ഫീ എന്ന് പറയുമ്പോൾ ഒരു 13,000 മൂണൊക്കെയാണ് വരുന്നത്. ഫുൾ ഡേ ഉണ്ട്. എന്ത് കൊറിയൻസ്, എനിക്ക് തോന്നുന്നു ഇവർ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കാണ്. ഇവർ മാക്സിമം ഇങ്ങനെ എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒത്തിരി വാട്ടർ സ്പോർട്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി വാട്ടർ സ്പോർട്സ് ഉണ്ട്, ബഞ്ചിങ് ഉണ്ട്, പിന്നെ സ്കിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ സ്കിപ്പ് ലൈന് കൂടെയൊക്കെ വരാൻ പറ്റും ഇതിൽ. പിന്നെ ബഞ്ചിങ് ഉണ്ട്. ബഞ്ചിങ്ങിനൊക്കെ ഒരു 40,000 മൂണാണ് വരുന്നത്. നല്ലൊരു ബഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ സ്ട്രീമിലോട്ട് ബഞ്ച് ചെയ്യുന്നൊരു ഇതാണ് വരുന്നത്. പിന്നെ സിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരം നിന്ന് വന്നിട്ട് നമുക്കിവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസും ഉണ്ട്. എല്ലാം ഒരു 40,000 മൂണിൻ്റെ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. താരംഗം പറഞ്ഞിട്ട് ഇവിടെ എംബസിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓ, അതിവിടെ വെച്ച് നടന്നു കാണും. എവിടെയൊക്കെ കയറി എനിക്ക് അല്ലെങ്കിൽ എന്റെ ചാൻസ് കിട്ടില്ല. ഇവിടെ സ്റ്റേയിനും ഫെസിലിറ്റീസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ബംഗ്ലാവ്സും കോട്ടേജസും ഒക്കെയാണ്. ഇതിന് വരുന്നത് 160,000 ഒക്കെ ആയിരിക്കും ബംഗ്ലാവ്സിന് വരുന്നത്. കോട്ടേജിന് 120,000 ഒക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ റേറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ നാമി ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഓട്ടത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്ത വീഡിയോസൊക്കെ കാണുക, സജഷൻസൊക്കെ പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.